പുതിയ ഒരു ഇതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടാവും. അത് കാലക്രമേണ അത് ശരിയായി വരും. നല്ല അതിനു വേണ്ടിയാണല്ലോ പറയുന്നത്. ഇവിടെ സീബ്ര ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ വന്ന് നിൽക്കാനകത്ത് എത്ര പേര് കാറ് നിർത്തുന്നുണ്ട്. അതുകൊണ്ടെല്ലാം പഠിക്കണം ഇവിടെ. അതിന് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ച എല്ലാവരും നല്ല രീതിയിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ക്ലിയർ ആവുമല്ലോ. ഒരു വശം നോക്കുമ്പോൾ നല്ലത്, ഒരു വശത്ത് പഴയതാണെന്ന് തോന്നുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാണ്. സത്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പിലാക്കിയ ഈ പരിഷ്കാരങ്ങൾ നല്ലതല്ലേ? ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത്രയധികം പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ടോ? എന്താണ് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമുക്ക് നോക്കാം. അത് നല്ലതല്ല. എന്തായാലും ഇപ്പം ആദ്യമേ മുതലുള്ള ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് കൊടുക്കാം, അതിനെ പറ്റിയല്ലേ. മോഡേണൊക്കെ ആക്കണം, നല്ല കാര്യം. ഒരു വശം നോക്കുമ്പോൾ നല്ലത്, ഒരു വശത്ത് പഴയതാണെന്ന് തോന്നുന്നു. നല്ല കാര്യങ്ങളും ഉണ്ട്, ചീത്തയുണ്ട്. സംഭവം അടിപൊളി പരിപാടി നാളെ പറഞ്ഞത്. നല്ലതല്ലേ? നല്ല വണ്ടിയിൽ എല്ലാവരും ചെയ്താൽ മതി. നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ച എല്ലാവരും നല്ല രീതിയിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ക്ലിയർ ആവുമല്ലോ. ആളെ പറഞ്ഞാൽ കറക്റ്റല്ല, ആളെ ചെയ്യണത് കറക്റ്റ് തന്നെയല്ല. പുള്ളി എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? ആള് ഏത് പാർട്ടിയാണെന്ന് പോലും നോക്കാണ്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗണേഷ് കുമാർ ഹീസ് എ റോറിംഗ് ലയൺ. ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുള്ളൂ. ആളെന്നെ പറയുന്നുണ്ട് പുറത്ത് രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ അവസ്ഥയാണ്, അതേപോലെ കൊണ്ടുവരണം. സോ എവറി വൺ കൻ ലേൺ ഡ്രൈവിംഗ്. എത്ര പേര് ജസ്റ്റ് കാർ ഓടിച്ച് പഠിച്ചിട്ട് വിട്ടുപോകുന്നു. പക്ഷേ ആൾ ഈ ഒരു എല്ലാവരും പഠിക്കും, എല്ലാവരും കാർ ഓടിക്കാൻ പഠിക്കും, എല്ലാവർക്കും റോഡ് ഡിസിപ്ലിൻ പഠിക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ ഇവിടെ എത്ര റോഡ് ഡിസിപ്ലിൻ ഉണ്ട്. ഇവിടെ സീബ്ര ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ വന്ന് നിൽക്കാനകത്ത് എത്ര പേര് കാറ് നിർത്തുന്നുണ്ട്. അതുകൊണ്ടെല്ലാം പഠിക്കണം ഇവിടെ. അതിന് വാട്ട് ഈസ് ഇറ്റ് റൈറ്റ്. അദ്ദേഹം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പറയണത്. അപ്പം അതിൽ വലിയ തെറ്റ് പറയാനില്ല. പിന്നെ പഴയ അവസ്ഥയിൽ നിന്ന് പുതിയ ഒരു ഇതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടാവും. അത് കാലക്രമേണ അത് ശരിയായി വരും. നല്ല അതിനു വേണ്ടിയാണല്ലോ പറയുന്നത്. തീരുമാനങ്ങളെ ഞാൻ യോജിക്കുന്നു. അദ്ദേഹം വന്ന പിന്നെ KSRTC ആദ്യകാലങ്ങളിലെ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടായത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.